സ്വർണം കടത്തിയ സംഭവത്തിൽ ശശി തരൂരിന്റെ PA ശിവകുമാർ പ്രസാദിനെതിരെ അന്വേഷണം. ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. തുടർന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ വിട്ടയച്ചു. സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, ഈ വിഷയത്തിൽ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിവരങ്ങൾ. ഈ വിഷയത്തിൽ അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് അധികൃതരുടെ നീക്കം. ഇന്നലെ ബാങ്കോക്കിൽ നിന്നാണ് ദില്ലിക്കെത്തിയ ഒരാളിൽ നിന്ന് സ്വർണം സ്വീകരിച്ച ഉടനെ ശശി തരൂരിന്റെ PA ആയിട്ടുള്ള ശിവകുമാർ പ്രസാദ് പിടിയിലായത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. പ്രത്യേകിച്ചും ഈ ശശി തരൂർ MP നയതന്ത്ര വിദഗ്ധൻ കൂടിയാണ്. ഈ വിഷയത്തിലൊക്കെ വലിയ അറിവുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ PA തന്നെ ഇത്തരം ഒരു വിഷയത്തിൽ പിടിയിലായതിന്റെ പിന്നാലെ വലിയ തരത്തിലുള്ള വിമർശനം ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടൊക്കെ LDFനെതിരെ വലിയ തരത്തിലുള്ള LDFനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർത്തിയ ആളുകളാണ്. അപ്പോൾ തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ മൗനം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ PAക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പിടികൂടിയിട്ടുള്ള സ്വർണം, അതായത് 1/2 കിലോ തൂക്കമുള്ള സ്വർണ്ണ ചെയിനാണ് ശിവകുമാറിൽ നിന്ന് പിടിച്ചെടുത്തത് എന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിക്കുന്നത്. സ്വർണവുമായി എത്തിയ വ്യക്തിയാണ് കസ്റ്റംസ് ആദ്യം പിടികൂടിയത്. എന്നാൽ ഇയാളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് ശിവകുമാറിനെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. പിന്നീട് പിടിച്ചെടുത്ത മാലയ്ക്ക് 35 ലക്ഷം രൂപയോളം വില വരും എന്നതൊക്കെയും ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ ചോദ്യം ചെയ്യലിന് പിന്നാലെ ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MPമാരുടെ സ്റ്റാഫിന് നൽകുന്ന ഒരു പ്രത്യേക വിമാനത്താവള പ്രവേശന പാസ് ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ PAയും ഈ കള്ളക്കടത്തിൽ പങ്കാളിയായിട്ടുള്ളതടക്കമാണ് ഇപ്പോൾ കസ്റ്റംസ് വിശദീകരിക്കുന്നത്. രാവിലെ മുതൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയായിരുന്നു. ഇന്നലെയാണ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിന് ഒടുവിൽ ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം വീണ്ടും ചിലപ്പോൾ ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്നും കൂടി അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ ശശി തരൂർ പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു താൽക്കാലിക ജീവനക്കാരനാണ് എന്നടക്കമുള്ള വിഷയങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശശി തരൂർ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതേസമയം ഇത് ഒരു നിസ്സാരമായ വിഷയമായി കാണാൻ കഴിയില്ല എന്ന് വിവിധ പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെയും ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ശശി തരൂർ MP ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു സാഹചര്യമുണ്ട്. ഒരു പ്രമുഖ നേതാവാണ് കോൺഗ്രസിന്റെ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിന്നും കോൺഗ്രസിന് മാറി നിൽക്കാൻ കഴിയുകയില്ല. മൗനം പാലിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ മറ്റ് പാർട്ടി നേതാക്കളടക്കം ഉന്നയിക്കുന്നത്. അസിത. ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.